ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദീപക്കും അംബികയും രാജുവിന് നേരെ നടത്തിയ പ്ലാനെല്ലാം ഋതിക മനസ്സിലാക്കിയെടുക്കുകയാണ്. രാജുവിനെ കൊടുക്കാനായി ദീപക് മനഃപൂർവ്വമാണ് പണം മാറ്റിവെച്ചതെന്നും ഒക്കെ തന്നെ അവർ രണ്ടുപേരും കൂടി പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ഋതിക മുറിക്കകത്തേക്ക് കയറി ചെല്ലുകയാണ്. തുടർന്ന് അംബികയ്ക്ക് നേരെ ഋതിക ശബ്ദമുയർത്തുമ്പോൾ ഋതികയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് അംബിക. നിന്റെ അച്ഛൻ ഞാൻ കീ കൊടുക്കുന്ന വെറുമൊരു പാവയാണെന്നും എന്റെ മുമ്പിൽ നിന്റെ അച്ഛൻ വെറും പുഴു മാത്രമാണെന്നും ഒക്കെ തന്നെ പ്രതാപവർമ്മയെ നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയാണ് അംബിക. ഇത് കേൾക്കുന്ന ഋതിക ദേഷ്യത്തോടെ അംബികയ്ക്ക് നേരെ കയ്യോങ്ങുമ്പോൾ ആ കാഴ്ച കണ്ടുകൊണ്ട് മുറിയിലേക്ക് വരികയാണ് വർമ്മ. അംബികയ്ക്ക് നേരെ ഋതിക കയ്യോങ്ങിയത് ഒരിക്കലും തന്നെ വർമ്മയ്ക്ക് സഹിക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഋതികയ്ക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ് വർമ്മ. എല്ലാം മറന്ന് നിന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും നീ നിന്റെ പഴയ സ്വഭാവം തന്നെ പുറത്തെടുക്കുകയാണല്ലോ. നീയൊക്കെ എൻ്റെ മോള് തന്നെയാണോ എന്ന എനിക്ക് സംശയം എന്നൊക്കെ വർമ്മ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് ഋതിക. തുടർന്ന് ഋതികയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയാണ് വർമ്മ. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ മാപ്പ് പറയുന്നെന്ന് ഋതിക പറയുമ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഇവളുടെ അഹങ്കാരം ഒരിക്കലും തീരില്ലെന്നും ഇവള് എൻ്റെ മോളല്ലെന്നും വർമ്മ പറയുന്നു. തുടർന്ന് എല്ലാം കേട്ട് സഹികെട്ട് ഋതിക വർമ്മയ്ക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ്. അതെ, എനിക്ക് അച്ഛനുമില്ല അമ്മയുമില്ല. നിങ്ങൾക്ക് കുഞ്ഞിലെ തന്നെ എന്നെ ഏതെങ്കിലും ഓർഫനേജിൽ കൊണ്ടുവിട്ടാൽ പോരായിരുന്നോ? ഇങ്ങനെ ആരുമില്ലാതെ അനാഥയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലതും അത് തന്നെയാണ്. മരിക്കാൻ എനിക്ക് പേടിയായതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്തേനെ എന്ന് ചോദിച്ചുകൊണ്ട് ഋതിക പൊട്ടിക്കരയുകയാണ്. ഇനി മുതൽ മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ മകളല്ല ഞാൻ തീർത്തും ഒരു അനാഥയാണ്, എനിക്കാരുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഋതിക മുറിയിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം കണ്ട് ആകെ തകർന്നു നിൽക്കുകയാണ് രാജു. മുറിയിലിരുന്ന് കരയുന്ന ഋതികയുടെ അടുത്തേക്ക് ചെന്ന് സമാധാനിപ്പിക്കുന്ന രാജുവിനെയും യാമിനെയുമാണ് കാണിക്കുന്നത്. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.